ഈ ശരണമമ്മേ പെട്ടു ഞാൻ പല മട്ടിലുള്ള ദുരിത കൂട്ടത്തിൽ രക്ഷപ്പെടാൻ പറ്റാതായി നമസ്കരിപ്പുതവ തൃപ്പാദത്തിലെന്നംബികേ. മൽപാദം തളരുന്നുവോ മമ മനം ക്ഷീണിപ്പതോ ദൈവമേ. നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമ്മേ ഭയം. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ ധന്യാത്മാക്കൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധം 28-ാമത്തെ അധ്യായം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. ദേവിയുടെ ശരീരത്തിൽ നിന്നും പ്രാദുർഭവിച്ചതായിട്ടുള്ള കാളിക, താരിണി, ബാല, ത്രിപുര മുതലായിട്ടുള്ള ദേവി അംശങ്ങൾ ദുർഗമൻ്റെ 1000 സഹസ്രം ഉള്ള അക്ഷൗഹിണി 1000 അക്ഷൗഹിണി സൈന്യമായിട്ട് യുദ്ധം ചെയ്ത് ആ സൈന്യങ്ങളെയെല്ലാം നശിപ്പിച്ചു. 10 ദിവസം കൊണ്ട് 11ാമത്തെ ദിവസത്തിൽ രക്തമാല്യം എന്ന് പറഞ്ഞാൽ ചുവന്ന നിറത്തിലുള്ള ഒരു മാല, രക്തവസ്ത്രം, ചുവന്ന വസ്ത്രം ധരിച്ച് ചുമന്ന കുറിക്കൂട്ടണിഞ്ഞ് ദുർഗമൻ വലിയ ഉത്സവത്തോടെ യുദ്ധത്തിനു വേണ്ടി രഥത്തിൽ കയറി വന്നു എന്നാണ് പറയണത്. തുടക്കത്തിൽ തന്നെ സകല ശക്തികളെയും ജയിക്കുകയും മഹാദേവിയുടെ രഥത്തിനു മുമ്പിൽ സ്വന്തം രഥം അവൻ കൊണ്ടുചെന്ന് നിർത്തുകയും ചെയ്തു. അതോടെ ദേവിയും ദൈത്യനും തമ്മിൽ മുഖാമുഖമായി മഹായുദ്ധം ആരംഭിച്ചു. 2 യാമത്തോളം ആരുടെയും ഹൃദയത്തെ പ്രകോപിക്കുന്നതായിട്ടുള്ള യുദ്ധമാണ് നടന്നത് എന്ന് പറയാണ്. ഉഗ്രമായിട്ടുള്ള 15 ബാണങ്ങൾ ദേവി പ്രയോഗിച്ചു. 4 ബാണങ്ങൾ കൊണ്ട് 4 കുതിരകളെയും 1 കൊണ്ട് സാരഥിയെയും വീഴ്ത്തി. 2 കൊണ്ട് അവൻ്റെ കണ്ണുകളും 2 കൊണ്ട് കൈകളും 1 കൊണ്ട് അവൻ്റെ ആ തേരിലെ ധ്വജവും, അതേമാതിരി തന്നെ 5 ബാണങ്ങളെ കൊണ്ട് അവൻ്റെ ഹൃദയവും ജഗദംബിക തകർത്തു എന്നൊക്കെയാണ് പറയണത്. അതോടെ അവൻ രക്തം വാർന്ന ദേവിയുടെ മുമ്പിൽ വീണ് മരിച്ചു. അങ്ങനെ ദുർഗമനെ ദേവി വധിച്ചു എന്നവിടെ പറയാണ്. അപ്പോൾ ഭൂമിയിലെ ഒരു തേജസ് ഉയർന്ന ദേവീ ശരീരത്തിൽ പ്രവേശിച്ചു. മഹാശക്തനായിട്ടുള്ള ദുർഗമൻ കൊല്ലപ്പെട്ടത് നിമിത്തം 3 ലോകത്തിനും ശാന്തിയുണ്ടായി. തുടർന്ന് ബ്രഹ്മാദി സകല ദേവന്മാരും ഹരിയെയും ഹരനെയും മുൻനിർത്തിക്കൊണ്ട് ഭക്തിപൂർവം ജഗദംബികയെ സ്മരിച്ചു എന്ന് പറയാണ്. ഒരു 5-6 ശ്ലോകങ്ങളിലൂടെ ഇവരെല്ലാവരും കൂടി ജഗദംബികയെ സ്തുതിച്ച, വാഴ്ത്തിയ സ്തുതികളെ, അവരുടെ വാക്കുകളെയൊക്കെ അവിടെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ജഗത്തിൻ്റെ കാരണഭൂതേ പരമേശ്വരി, അവിടേക്ക് നമസ്കാരം. ശാങ്കരി, ശിവേ, ശതലോചനെ. ലോചന എന്ന് പറഞ്ഞാൽ കണ്ട ശതാക്ഷി എന്നല്ലേ പറയണത്. ശതലോചനെ, നിനക്ക് നമസ്കാരം. എല്ലാ ഉപനിഷത്തുകളും പ്രകീർത്തിക്കുന്നതായിട്ടുള്ള ദുർഗമനായ അസുരനെ നശിപ്പിച്ചവളെ, അവഴത്തേക്ക് നമസ്കാരം. മഹേശ്വരി, ശിവേ, പഞ്ചകോശാന്തരസ്ഥിതേ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ട് അവിടെ ബ്രഹ്മാദി ദേവന്മാരെ ദേവിയെ സ്തുതിക്കുന്ന സ്തുതികൾ പറയുന്നുണ്ട്. ഇങ്ങനെ ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയ ആ ദേവന്മാരെ സ്തുതിച്ചു. വിവിധ ദ്രവ്യങ്ങൾ കൊണ്ട് ദേവിയെ പൂജ ചെയ്തു. അതെല്ലാം കണ്ട ദേവി സന്തുഷ്ടയായി, പ്രസന്നയായി. അപ്പോൾ വേദങ്ങളെ ബ്രാഹ്മണർക്ക് വീണ്ടെടുത്ത് കൊടുത്തിട്ട് അവരോട്, വിശേഷിച്ച ബ്രാഹ്മണരോട് മധുരമായ സ്വരത്തിൽ ദേവി പറഞ്ഞു, എൻ്റെ ഈ വേദശരീരം അത്യുത്കൃഷ്ടമാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതില്ലാതെ വന്നാലുള്ള അനർത്ഥം ഇപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ.
നിങ്ങൾ എന്നെ സദാ പൂജിക്കണം, സദാ സേവിക്കണം. മംഗളം ഉണ്ടാകുന്നതിന് വേണ്ടി ഇതിനപ്പുറമായിട്ട് നിങ്ങളോടൊന്നും ഉപദേശിക്കാനായിട്ട് എനിക്കില്ല. എൻ്റെ ഈ മഹാത്മ്യം പഠിക്കുന്നത് തന്നെ ഉത്തമമാണ്. ആരാണോ ഇത് പഠിക്കുന്നത്, കേൾക്കുന്നത്, ശ്രവിക്കുന്നത്, പറയുന്നത്, ഞാൻ സന്തുഷ്ടിയായി സർവ്വ ആപത്തുകളും ഇല്ലാതെ കണ്ടാക്കി അവരെ സംരക്ഷിക്കും. ദുർഗമൻ എന്ന അസുരനെ വധിച്ചത് നിമിത്തം എനിക്ക് ലഭിച്ച ദുർഗ എന്ന നാമവും ശതാക്ഷി എന്ന നാമവും ആരാണോ ജപിക്കുന്നത് അവർ മായയെ അതിജീവിച്ച് എൻ്റെ പരമപദത്തിലെത്തും. ഞാൻ സാരമായത് മാത്രം പറയാം ദേവന്മാരെ, സകല സുരന്മാർക്കും സദാ പൂജനീയാണ് ഞാൻ എന്ന് ദേവി അവരെ എല്ലാവരെയും നമ്മളെയും ഇതാ അനുഗ്രഹിക്കണം. ഇപ്രകാരം നോക്കി നിൽക്കുന്ന ദേവന്മാർക്ക് സന്തോഷമുണ്ടാകും വിധം ഉപദേശിച്ചിട്ട് സച്ചിദാനന്ദമൂർത്തിയായിട്ടുള്ള ആ ദേവി അന്തർധാനം ചെയ്തു. പരമ രഹസ്യവും മഹനീയവും സർവദാ ഗുപ്തവുമായിട്ടുള്ള സകല കല്യാണകാരണവുമായ ഈ കഥ ഞാൻ അങ്ങ് ചോദിച്ചതനുസരിച്ച് പറഞ്ഞു തന്നു. ശതാക്ഷി ദേവിയെ കുറിച്ചാണല്ലോ അറിയാൻ ജനമേജയൻ ആഗ്രഹിച്ചതും ചോദിച്ചതും. ആ ദേവി ഉപാസകനായിരുന്നു ഹരിശ്ചന്ദ്രൻ. സകല വിപത്തുകളിൽ നിന്നും ആ ദേവിയുടെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ട് എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം തിരിച്ചു കിട്ടി എന്നുള്ള ഹരിശ്ചന്ദ്രൻ്റെ ആ ചരിതത്തിനെ അവിടെ ഗംഭീരമായിട്ട് കുറേ അധ്യായങ്ങളിലൂടെ നമ്മൾ 27ാമത്തെ അധ്യായം വരെ വർണ്ണിച്ചു വന്നിരുന്നുവല്ലോ കുറേ ദിവസങ്ങളായിട്ട്. ആ കഥകളെ കേട്ടപ്പോഴാണ് ആ പരാശക്തിയുടെ ശതാക്ഷി രൂപിയായിട്ടുള്ള ശക്തിയുടെ ആവിർഭാവവും ആ കഥയും കേൾക്കണം എന്നുള്ള ജിജ്ഞാസ ജനമേജയനുണ്ടായതും ചോദിച്ചതും അതനുസരിച്ച് ആ കഥയെ വ്യാസൻ ഈ അധ്യായത്തിലൂടെ പറയുന്നതും. ആരാണോ ഭക്തിപൂർവ്വം നിത്യവും ഈ അധ്യായം കേൾക്കുന്നത് അവർക്ക് സകല കാമങ്ങളും നേടി ദേവീലോകത്ത് സംപൂജ്യനായിത്തീരും എന്ന ആ ശ്രുതിഫലം അവിടെ പറഞ്ഞുകൊണ്ടാണ് 28ാമത്തെ